ഇടതുപക്ഷത്തിന്റെ പ്രതിഷേധ ജ്വാല തീർക്കേണ്ടത് ക്ലിഫ് ഹൗസിന് മുന്നിലെന്ന് കോൺഗ്രസ് നേതൃത്വം. യുഡിഎഫിന്റെ പ്രകടന പത്രികയിൽ വനവിസ്തൃതി വർദ്ധിപ്പിക്കുമെന്ന പരാമർശം ജനങ്ങളെ കുടിയിറക്കാനുള്ള നീക്കമെന്നത് ഇടതുപക്ഷത്തിന്റെ കള്ളപ്രചരണമാണെന്നും കോൺഗ്രസ് ആരോപിച്ചു. കുഞ്ചിത്തണ്ണി, ചിന്നക്കനാൽ, കുടയത്തൂർ മേഖലകളിൽ ഹെക്ടർ കണക്കിന് ഭൂമി വനഭൂമിയാക്കി മാറ്റിയത് ഇടതുപക്ഷ സർക്കാരാണെന്നും കോൺഗ്രസ് ആരോപിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷ മേഖലയിൽ പ്രത്യേകം ഇടപെട്ട് പരിഹാര മാർഗം കണ്ടെത്തും. ഈ കാര്യമാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞത്. ഇടുക്കി ജില്ലയോ മലയോരത്തെയോ ഒന്നും ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല. ഇപ്പോൾ CPM 17-ാം തീയതി ഏതാണ്ട് 10-15 കേന്ദ്രങ്ങളിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിക്കുകയാണ്. CPM-നോടും അവരുടെ പോഷക സംഘടനയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ പ്രതിഷേധ ജ്വാല തെളിയിക്കണമെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ വസതിക്കോ ഓഫീസിനോ മുമ്പിലായിരിക്കണം. അതല്ലാതെ തെരുവിൽ ഈ പ്രതിഷേധ ജ്വാല തെളിച്ച് ഇടുക്കിയിലെ ജനങ്ങളെ നിങ്ങൾ ഇനിയും കബളിപ്പിക്കരുത്. 2022 മെയ് മാസം 10-ാം തീയതി സംസ്ഥാന ഗവൺമെന്റ് കുഞ്ചിത്തണ്ണി വില്ലേജ്, ശ്രീ MM മണിയുടെ വില്ലേജ് കുഞ്ചിത്തണ്ണി വില്ലേജിൽ ആനച്ചാൽ 87.3 ഹെക്ടർ ഭൂമി വനഭൂമിയായിട്ട് പ്രഖ്യാപിച്ച സംസ്ഥാന ഗവൺമെന്റിന്റെ വിജ്ഞാപനത്തിന്റെ കോപ്പിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത്. ഒരു ഭാഗത്ത് ഇവർ വനഭൂമി പ്രഖ്യാപനം നടത്തുകയും മറുഭാഗത്ത് ഇവർ സമരവുമായിട്ട് വന്നിരിക്കുകയാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രികയ്ക്കെതിരെ. വനവിസ്തൃതി വർദ്ധിപ്പിക്കുന്നത് ഇടതു സർക്കാരാണ്. 2022 മെയ് മാസത്തിൽ കുഞ്ചിത്തണ്ണി വില്ലേജിൽ 87.37 ഹെക്ടർ ഭൂമി വനഭൂമിയായി വിജ്ഞാപനം ചെയ്തു. ഇത് പൂർണ്ണമായും റവന്യൂ ഭൂമിയാണ്. കൂടാതെ 2023 നവംബർ 28-ന് ചിന്നക്കനാൽ വില്ലേജിലെ വിവിധ ബ്ലോക്ക് നമ്പറുകളിൽ ഉൾപ്പെട്ട 364.89 ഹെക്ടർ ഭൂമി വനഭൂമിയായി നോട്ടിഫിക്കേഷൻ ചെയ്തു. ഇതുകൂടാതെ മൂവാറ്റുപുഴ വാലി ഇറിഗേഷൻ പ്രോജക്ടിനായി കുടയത്തൂർ പഞ്ചായത്തിൽ ഏറ്റെടുത്ത 280 ഹെക്ടർ ഭൂമി കൂടി വനഭൂമിയായി വിജ്ഞാപനം ചെയ്തു. ഇത്തരത്തിൽ ഭൂമി പിടിച്ചെടുത്ത കർഷകരെ ദ്രോഹിക്കുന്ന നടപടിയാണ് ഇടതുപക്ഷത്തിനുള്ളത്. ഇടതുപക്ഷം ചെറുത്തു തോൽപ്പിച്ചുവെന്ന് പറയുന്ന ഹൈറേഞ്ച് മൗണ്ടൻ ലാൻഡ് സ്കേപ്പ് പ്രോജക്ടിനു വേണ്ടി ഈ സർക്കാർ ചെലവഴിച്ചത് 12 കോടി രൂപയാണെന്നും ഇവർ പറഞ്ഞു. 13 പഞ്ചായത്തുകളിൽ സമ്പൂർണ്ണ നിർമ്മാണ നിരോധനം ഉൾപ്പെടെ ജില്ലയിലാകെ വിവിധ നിരോധന ഉത്തരവുകൾ ഇറക്കി മലയോര ജനതയെ ശ്വാസം മുട്ടിക്കുന്ന ഇടതുവഞ്ചനയ്ക്കെതിരെ ജനങ്ങൾ പ്രതികരിക്കണമെന്നും ഇവർ പറഞ്ഞു. കട്ടപ്പനയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ KPCC മീഡിയ വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു, DCC വൈസ് പ്രസിഡന്റ് മുകേഷ് മോഹനൻ, DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് തോമസ് മൈക്കിൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.